നമ്മുടെ രക്ഷയിൽ പുത്രനാം ദൈവത്തിലുള്ള പങ്കെന്നതിൻ്റെ മൂന്നാം ഭാഗത്തിൽ നമുക്കൊരവകാശവും തന്നു എന്നതിനെപ്പറ്റി ഇനിയും ചിന്തിക്കാം. യഹോവ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേലിന് മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്നും വിടുതൽ നൽകി മരുഭൂമിയിൽ കൂടി നടത്തി അവരെ വാഗ്ദത്ത ദേശമായ കനാനിലെത്തിച്ചു. 12 കുലങ്ങളായിരുന്ന അവരെ ഒരു രാജ്യവും അതിൻ്റെ അവകാശികളുമാക്കി തീർത്തു. അതുപോലെ പുതിയ നിയമത്തിൽ ക്രിസ്തു തൻ്റെ രക്തം മൂലം പാപ അടിമത്തത്തിൽ നിന്നും തന്നിൽ വിശ്വസിക്കുന്ന മാനവജാതികളെ വിടുവിച്ച് ഈ ലോക മരുഭൂമിയിൽ കൂടി നടത്തി സ്വർഗീയ കനാനാകുന്ന സ്വർഗരാജ്യം അഥവാ ദൈവരാജ്യം ക്രിസ്തു നമുക്ക് അവകാശമായി തന്നു. ദൈവകൽപ്പന പ്രകാരം ചീട്ടുവീണ് കിട്ടിയ വാഗ്ദത്ത ദേശത്തിലെ പ്രദേശങ്ങൾ അവരുടെ തെരഞ്ഞെടുപ്പല്ലാത്തതുപോലെ രക്ഷയുടെ അവകാശ അനുഭവങ്ങളും നമ്മുടെ നന്മകളിൽ കൂടി സ്വായത്തമാക്കുന്നതല്ല, പിന്നെയോ ക്രിസ്തുവിൻ്റെ ദാനം മാത്രമാണെന്ന് ഓർക്കുക. അതുകൊണ്ട് സ്വർഗം ഒരുക്കിയിരിക്കുന്ന അവകാശം പ്രാപിക്കുവാൻ നമ്മുടെ രക്ഷാദായകനായ ക്രിസ്തുവിൽ ശരണപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടെന്നിത് വെളിവാക്കുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാലത്രേ. റോമർ 8:17. സർവപ്രപഞ്ചത്തെയും ക്രിസ്തുവിനെ കീഴാക്കി കൊടുത്തിട്ട് ക്രിസ്തുവിൻ്റെ അവകാശത്തിൽ മനുഷ്യരായ നമ്മെയും ഓഹരിക്കാരാക്കി തീർക്കുന്ന ദൈവമേ, അവിടുത്തെ സ്നേഹം എത്രയോ മഹത്വമേറിയത്. സകല ധനവും മഹത്വവും അധികാരവും ക്രിസ്തുവിൽ നമുക്കായി തന്നിരിക്കുന്ന ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെട്ടവൻ. നാമോ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. 1 കൊരിന്ത്യർ 3:23. അതുകൊണ്ട് നമ്മുടെ ജീവിതം അവിടുത്തെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി തീരട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.